പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 149 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. സങ്കീർത്തന പുസ്തകം 115:17 സങ്കീർത്തനങ്ങൾ 115:17 നാം വായിക്കുന്നത്: മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കുന്നു എന്ന ഒരു സന്ദേശമാണ്. ഈ വേദവാക്യം ഉദ്ധരിച്ചുകൊണ്ട് അപ്പസ്തോലിക സഭകളുടെ, സുറിയാനി സഭയുടെ വാങ്ങിപ്പോയവരോടുള്ള സംസർഗത്തെ വേദവിരുദ്ധമായി പഠിപ്പിക്കുകയും തങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് അത് ബാധകമല്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ചില ക്രിസ്തീയ സംഘടനകളുണ്ട്. ഈ വാക്യത്തെ അടിവരയിട്ട് നാം പഠിക്കുവാൻ പോവുകയാണ്. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരാകുന്നു? മരിച്ചവർ ജീവനില്ലാത്തവരാകുന്നു എന്നതിന് സംശയമില്ലല്ലോ. ദൈവം ആദാമിനെ ഏദനിലാക്കിയതിന് ശേഷം കൊടുക്കുന്ന കൽപ്പനയിൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നുമ്പോൾ മരിക്കും എന്ന ഒരു നിബന്ധന വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സാത്താൻ പാമ്പിൻ്റെ വേഷത്തിൽ വന്ന് ഹവ്വായോട് സംസാരിക്കുമ്പോൾ അവൻ ഉറപ്പിച്ചു പറയുന്നു, പഴം തിന്നാൽ നിങ്ങൾ മരിക്കുകയില്ല, നിശ്ചയം ദൈവത്തെ പോലെയാകുമെന്ന്. തുടർന്ന് നാം വായിക്കുമ്പോൾ ആദാമും ഹവ്വായും ജീവനോടുകൂടെ ഇരിക്കുന്നു, തലമുറകൾക്ക് ജന്മം നൽകുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് അവർ നോക്കിക്കൊണ്ട് പറയുന്നു, ഇതാ മനുഷ്യൻ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിരിക്കുന്നു. സാത്താൻ പറഞ്ഞത് നുണയായിരുന്നില്ല. ദൈവത്തെ പോലെയാകും, നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവത്തെ പോലെ അവരായിത്തീർന്നു. പക്ഷെ ദൈവം കൽപ്പിച്ചു മരിക്കുമെന്ന്. അത് വ്യാജമായിരുന്നില്ല. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ മരണം എന്നതിന് രണ്ട് വിധ വ്യാഖ്യാനങ്ങളുണ്ട്. ദൈവം കൽപ്പിച്ച മരണം ഒരു ബയോളജിക്കൽ ഡെത്ത് ആയിരുന്നില്ല. ദൈവിക സംസർഗത്തിൽ നിന്നുള്ളതായ വീഴ്ചയെയാണ് അവിടെ മരണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോഴും കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള സഹവാസത്തിൽ അല്ലാത്തവരൊക്കെയും മരിച്ചവരാണ്. അവനോടുകൂടെ ഒരുമിച്ച് വസിക്കുന്നവർക്ക് മരണമില്ല, അവർക്ക് നിത്യജീവൻ്റെ അവകാശമാണ് ഉള്ളത് എന്ന് വ്യക്തമായി നമുക്ക് പഠിക്കുവാനായി സാധിക്കും. ക്രിസ്തു ആരാകുന്നു എന്ന് താൻ തന്നെ ചോദിച്ചിട്ടുണ്ടല്ലോ. വേദപുസ്തകം നാം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5:20 പറയുന്നു, അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. റോമർ 9 എല്ലാറ്റിനുപരി ദൈവമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപാടിലോട്ട് വരുമ്പോൾ ഈ മനുഷ്യപുത്രൻ നമ്മുടെ കർത്താവ് ആൽഫയും ഒമേഗയും ആരംഭവും അവസാനമാകുന്നു എന്നും എഴുതിയിട്ടുണ്ടെന്ന് കാണുവാൻ സാധിക്കും. ദൈവത്തെക്കുറിച്ചുള്ള ഒരു സംബോധനയാണ് ഞാൻ അൽഫയും
ഒമേഗയും ആകുന്നു എന്നത്. അത് മനുഷ്യപുത്രനായ ക്രിസ്തുവിനെ കുറിച്ചും വെളിപാട് പുസ്തകത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ദൈവപുത്രനാണ്. ഈ ദൈവപുത്രൻ നമുക്ക് നിത്യജീവൻ്റെ വാഗ്ദത്തം തന്നിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ആണയിട്ട് പറയുന്നു, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ ഉള്ളിൽ ജീവനില്ല എന്ന്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് ജീവനുണ്ട്, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും വചനം സാക്ഷ്യപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47 മുതൽ 63 വാക്യങ്ങൾ ഈ സത്യത്തെ ആണയിട്ട് ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്ന അവസ്ഥ നിത്യജീവൻ്റെ അനുഭവമാണ്, മരണമില്ലായ്മയുടെ അനുഭവമാണ്. അപ്പോൾ എൻ്റെ ശരീരം ഭക്ഷിക്കാൻ രക്തം പാനം ചെയ്യുന്നവന് ജീവനുണ്ട്, ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു എന്നുള്ളതായ അനുഭവം. അതായത് ഏദനിൽ പാപം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു, കൂടിവരവുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടതാണ് ആദാമിൽ സംഭവിച്ച മരണം. അത് പാപമരണമാണ്, ആത്മീയ മരണമാണ്, ജീവനുള്ള ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നതാണ്. മരിച്ചവരാര് എന്ന് ചോദിച്ചാൽ, കർത്താവ് സത്യം ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്ന വചനപ്രകാരം അവൻ്റെ തിരുശരീര രക്തങ്ങൾ ജീവനും ആത്മാവാണെന്നും വിശ്വസിക്കാതെ അത് തള്ളിക്കളഞ്ഞ് ആ നിത്യജീവൻ്റെ കൽപ്പന ഉപേക്ഷിച്ചു പോയവരൊക്കെയുമാണ് ഈ മരിച്ചവരെന്ന് പറയുന്നത്. ഇന്ന് വലിയ സ്പിരിച്വാലിറ്റി പ്രസംഗിക്കുന്ന പെന്തക്കോസ്ത് വിഭാഗങ്ങൾ ഈ മരിച്ചവരാണെന്നുള്ളത് വചനം വ്യക്തമാകുന്നുണ്ട്. അതിലേക്കാണ് അനേകർ ഇന്ന് ആകർഷിക്കപ്പെടുന്നതും. കാരണം അവരുടെ ലൗകികമായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിൻ്റെ വാക്തത്വം കൊടുത്ത് ദൈവത്തെ പോലെ ആകും എന്ന മോഹന വചനം കൊണ്ട് നിത്യജീവൻ്റെ വചനം ഉപേക്ഷിച്ചു പോകുവാൻ അനേകരെ അവർ പ്രേരിപ്പിക്കുകയാണ്. അത് ഇനിയും വിശാലമായി വരും. കാരണം ഈ മരണത്തിലേക്കുള്ള വഴി വിശാലമാകുന്നുവെന്ന് നമ്മുടെ കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിൽ നിത്യജീവൻ്റെ വചനം വിശ്വസിക്കുന്നവരാരും മരിക്കുകയോ മൗനതയിൽ പോവുകയോ ചെയ്യുന്നില്ല. തുടർന്ന് പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം ആരാണ് മരിച്ചവരും മൗനതയിൽ പോകുന്നവരും എന്ന് വ്യക്തമായിട്ട് പറയുന്നു. മരിച്ചവരാരാണെന്ന് മനസ്സിലായല്ലോ. നിത്യജീവൻ്റെ വചനം ഉപേക്ഷിച്ചു പോയ ദൈവത്തെ അവിശ്വസിക്കുന്നവരൊക്കെയും ഈ മരണത്തിൻ്റെ പങ്കാളികളാണ്. 9-ാം സങ്കീർത്തനം 17-ാം വാക്യം, ആരാണ് ഈ മൗനതയിൽ, പാതാളത്തിൽ, സിയോളിൽ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളുമാണ് ഈ മൗനതയിൽ, പാതാളത്തിൽ പോകുന്നത് എന്നുള്ളത് വചനം വ്യക്തമാകുന്നു. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും. 31-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിലും ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ എന്ന് പറയും. ഇവിടെ സൈലൻസ്, പാതാളം എന്നൊക്കെയും തർജ്ജമ ചെയ്തിരിക്കുന്ന മൂലഭാഷയായ എബ്രായ ഭാഷയിൽ ഇതിനുപയോഗിച്ചിരിക്കുന്ന പദം സിയോൾ എന്നാണ്. സിയോൾ എന്ന പദം വേദപുസ്തകത്തിൽ 30 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് കാണുന്നത്. സിയോൾ എന്നത് ദുഷ്ടന്മാരുടെ വാസസ്ഥലമാണെന്ന് ഡിക്ഷണറികൾ പറയും. പർദീസ എന്നത് ക്രിസ്തുവിനോട് ചേർന്നുള്ള വാസത്തിൻ്റെ സ്ഥലവുമാണ്. അപ്പോൾ ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും അവരാണ് പാതാളത്തിൽ പോകുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുകയും
എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന എന്നിലും ഞാൻ അവനിലും വസിക്കുന്നെന്ന വാക്തത്വത്തിൽ ഉറച്ച് വിശ്വസിച്ച് അവൻ്റെ തിരുശരക്തങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുവനും സിയോളിലല്ല, പാതാളത്തിലല്ല, ഭവനതയിലല്ല. അവൻ ക്രിസ്തുവിനോടുകൂടെ നിത്യജീവനിൽ പറുദീസായുടെ അനുഭവത്തിലിരിക്കുന്നു. അവരാരും സിയോളിൻ്റെ അനുഭവക്കാരല്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് വ്യാജമായി വചനം പഠിപ്പിക്കുകയും ജനത്തെ നിത്യജീവൻ്റെ വചനത്തിൽ നിന്ന് വഴിതെറ്റിച്ച് ദശാംശം എന്ന വലിയ സാമ്പത്തിക വരുമാനത്തിനു വേണ്ടി വശീകരണ ആഭിചാര മന്ത്രങ്ങളുടെ ശക്തിയും ഉപയോഗവും കൊണ്ട് ജനത്തെ തങ്ങളിലേക്ക് ആകർഷിച്ച് നിർത്തുകയും ചെയ്യുന്ന പാമ്പിൻ്റെ സ്വഭാവം ഉപയോഗിച്ച് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ വേർപെടുത്തി നിർത്തുകയും, എന്നാൽ ഇതാണ് യഥാർത്ഥ സ്വർഗീയ വഴി, ദൈവത്തെ പോലെ ആയിത്തീരുവാൻ വഴിയെന്ന് സാത്താൻ്റെ അതേ തന്ത്രത്തിൽ ഉപദേശിക്കുകയും ചെയ്യുന്നവർ തിരിച്ചറിയുക. സകല പ്രൊട്ടസ്റ്റൻ്റ്, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് വിഭാഗങ്ങളൊക്കെയും ഈ നിത്യജീവൻ്റെ അരുളി ചെയ്ത ആണയിട്ട വചനം വിശ്വസിക്കാത്തവരാണ്. അവരൊക്കെയുമാണ് ജീവനില്ലാത്തവരും. ഈ 115 സങ്കീർത്തനത്തിൻ്റെ 17 വാക്യത്തിൽ പറയുന്നത് പോലെ മൗനതയിൽ അല്ലെങ്കിൽ സിയോളിലേക്ക് പോകുന്നവരും. അതേ വാക്യം തന്നെ ഓർപ്പിക്കുന്ന നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കും എന്നുള്ളതായ വചനം. അടുത്ത എപ്പിസോഡിൽ നാം എവിടെ പോകുന്നു, നമ്മുടെ അവസ്ഥ എന്ത് എന്ന് നമുക്ക് പഠിക്കാം. ഇതുവരെയും ശ്രദ്ധിച്ച ഇവർക്കും സ്നേഹ വന്ദനം. നന്ദി. കോട്ടയം.